അങ്ങ് ദൂരെ ഒരു കാട്ടിൽ ഒരു ആനക്കുട്ടൻ ഉണ്ടായിരുന്നു. ഈ ആനക്കുട്ടൻ ഭയങ്കര വികൃതിയായിരുന്നു. അമ്മ ആന പറയുന്നതൊന്നും ആനക്കുട്ടൻ കേൾക്കില്ല. ഒരു ദിവസം ആനക്കുട്ടൻ കാട്ടിലൂടെ കളിച്ചു നടക്കുമ്പോൾ ഒരു മരം കണ്ടു. അതിന്റെ മുകളിൽ ഒരു കിളികുഞ്ഞ് താമസിക്കുന്നുണ്ടായിരുന്നു. ആനക്കുട്ടൻ തന്റെ വികൃതി കാണിക്കാൻ തുടങ്ങി. മരത്തിന്റെ താഴെ തന്റെ കൊമ്പുകൾ കൊണ്ട് ശക്തിയായി ഇടിക്കാൻ തുടങ്ങി. മരം നന്നായി കുലുങ്ങി. അപ്പോൾ കിളിക്കുഞ്ഞ് കഷ്ടപ്പെട്ട് കുറെ നാളുകൊണ്ട് ഉണ്ടാക്കിയ കൂട് കുലുങ്ങി കുലുങ്ങി താഴെ വീണു. കിളികുഞ്ഞിന് ആകെ വിഷമമായി. കിളികുഞ്ഞ് പറന്നു മറ്റൊരു മരത്തിലേക്ക് പോയി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കിളിക്കുഞ്ഞ് തീറ്റ അന്വേഷിച്ചു പറന്നു പോകുമ്പോൾ താഴെ ആനക്കുട്ടന്റെ അമ്മ ഇരുന്ന് കരയുന്നത് കണ്ടു. കിളിക്കുഞ്ഞു ചോദിച്ചു, എന്തുപറ്റി? അപ്പോൾ ആനക്കൂട്ടന്റെ അമ്മ മറുപടി പറഞ്ഞു, ആനക്കുട്ടനെ ഒരു ദിവസമായി കാണുന്നില്ല. ഞാൻ കുറെ അന്വേഷിച്ചു. ഈ വലിയ കാട്ടിൽ അവനെവിടെയാന്ന് കണ്ടെത്താനായില്ല. കിളിക്കുഞ്ഞിന് സങ്കടമായി. കിളിക്കുഞ്ഞ് അപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ അന്വേഷിക്കാം. അങ്ങനെ കിളിക്കുഞ്ഞ് തന്റെ കൂട്ടുകാരെ വിളിച്ചുവരുത്തി. ആനക്കുട്ടനെ അന്വേഷിച്ച് കാട്ടിലൂടെ ഇറങ്ങി. അങ്ങനെ കുറെ പറന്നു നടന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അങ്ങ് ദൂരെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ആനക്കുട്ടൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കുഞ്ഞു കിളി അങ്ങോട്ട് പറന്നു ചെന്ന്, എന്തുപറ്റി ആനക്കുട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ ആനക്കൂട്ടൻ പറഞ്ഞു, എനിക്ക് വഴിതെറ്റിപ്പോയി, തിരിച്ചു പോകാൻ വഴി അറിയില്ല എന്ന്. അപ്പോൾ കിളിക്കുഞ്ഞു പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ നിന്റെ അമ്മയെ പറഞ്ഞേച്ചിട്ട് വന്നതാണ്. നിന്റെ അമ്മയെ പറഞ്ഞേച്ചിട്ട് വന്നതാണ്. നിന്നെ അന്വേഷിച്ചു. ഇത് കേട്ടപ്പോൾ ആനക്കുട്ടന് സന്തോഷമായി. അങ്ങനെ കിളികുഞ്ഞ് തന്റെ കൂട്ടുകാരെയും കൂട്ടി ആനക്കൂട്ടന് വഴി കാണിച്ച് അമ്മയുടെ അടുത്ത് എത്തിച്ചു. അമ്മയെ കണ്ടപ്പോൾ ആനക്കുട്ടന് സന്തോഷമായി. അമ്മയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ആനക്കുട്ടൻ കുഞ്ഞിക്കിളിയോട് കുഞ്ഞുകിളിയുടെ കൂട് മറിച്ചിട്ടതിന് ക്ഷമ ചോദിച്ചു. തന്റെ ആനക്കുട്ടനെ കണ്ടെത്താൻ സഹായിച്ചതിന് കുഞ്ഞിക്കിളക്കും കൂട്ടുകാർക്കും ആനക്കുട്ടന്റെ അമ്മ നന്ദി പറഞ്ഞു. അതിനുശേഷം ആനക്കുട്ടൻ വികൃതിയും കുരുത്തക്കേടും കാണിക്കാതെ സന്തോഷത്തോടെ കാട്ടിലൂടെ നടന്നു. കൂട്ടുകാർക്കെല്ലാം കഥ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തണേ.